അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതിൽ എൻ്റെ ഈ വ്ളോഗുമായിട്ടാണ്. ഞാനിപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് രാത്രി എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ ശേഷവും പണികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ബിരിയാണിക്കുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ച് എല്ലാം ഫ്രിഡ്ജിൽ വെച്ച് കിച്ചണും കാര്യങ്ങളെല്ലാം ക്ലീനാക്കി വന്നിട്ട് ഇതാ ഞാൻ മെഹന്തി ഇടലാണ്. നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിന്. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സിമ്പിളായിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല. പിന്നെ ഫോൺ എടുത്തിട്ട് ഒരു ഡിസൈൻ നോക്കിയിട്ട് അങ്ങനെ മെഹന്തി ഇടലാണ്. പിന്നെ 2 കയ്യിലും ഇടാൻ നിന്നിട്ടില്ല. അങ്ങനെ പിന്നെന്താ, അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ കയ്യിൽ ഇടാൻ തോന്നിയിട്ടില്ല. കാര്യം മെഹന്തി ഇടുന്നതല്ലല്ലോ, പിറ്റേ 2-3 ദിവസം കഴിഞ്ഞാൽ ഇത് പോകുമ്പം എന്തോലും ഉണ്ടാവില്ലേ. അങ്ങനെ വിചാരിച്ചു വേണ്ട ഇപ്രാവശ്യം ഇടണ്ട, 2 കയ്യിലും ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഞാനില്ലേ ഗ്രീൻ ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പുറം ചേച്ചിക്ക് മന്തി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അവർ മട്ടന് കൂട്ടൂല, അതുകൊണ്ട് ഞാൻ ചിക്കനാണ് വാങ്ങിയത്. പിന്നെ നമുക്ക് വേണ്ടിക്ക് മട്ടൻ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ 2 മന്തിക്ക് വേണ്ടിക്കുള്ള വെജീസും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തിട്ട് തലേദിവസം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രീൻ ചിക്കൻ്റെ റെസിപ്പിയിൽ എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ, മല്ലിയില, പുതിനയില. ഞാൻ ആദ്യമേ ചിക്കനിലേക്ക് കുറച്ച് ഉപ്പും വിനെഗറും ഇട്ടിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിനെ. കാര്യം ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലേക്ക് ഈ മല്ലിയില, പുതിനയില, കാഷ്യൂനട്ട്, അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് അരച്ചതാണ് ഒഴിച്ച് കൊടുത്തത്. ഇനിയിപ്പം ഗരം മസാല പൗഡർ, കുറച്ച് മുളക് പൊടി, ഉപ്പ് എല്ലാം കൂടി മിക്സാക്കി എടുക്കലാണ്. കുരുമുളക് പൊടിയും ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ ഒരു അഫ്ഗാനി ചിക്കൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിനി. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് എടുക്കലാണ്. പിന്നെ തലേദിവസം രാത്രി അല്ല വൈകുന്നേരം തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിനി. കാര്യം മട്ടനും കാര്യങ്ങളെല്ലാം എല്ലാം കഴുകി ക്ലീനാക്കി. അതുപോലെ തന്നെ ഇപ്രാവശ്യം ബിരിയാണി വെക്കണ്ട, മന്തി ആക്കാന്നാണ് വിചാരിച്ചത്. പണ്ട് മുതലേ ഉമ്മ ഉണ്ടാക്കുന്നതാണ്, അതിങ്ങനെ ശീലമായി. പിന്നെ നമ്മളും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കില്ല. പക്ഷേ ഇപ്രാവശ്യം മൈസി മുഹമ്മദും പറഞ്ഞു ബിരിയാണി വേണ്ട, മന്തി മതിയെന്ന്. അങ്ങനെ മന്തിയാണ് ഉണ്ടാക്കിയത്. പക്ഷെ എനിക്ക് ഉക്കാക്കും ബിരിയാണി തന്നെയാണ് എപ്പോഴും ഇതിനിഷ്ടം. എനിക്കങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മാറ്റി ചിന്തിക്കലില്ല. നമ്മൾ ബിരിയാണി തന്നെയാണ് വെക്കൽ, വേറൊരു ഐറ്റവും ഉണ്ടാക്കലില്ല. പക്ഷെ ഇപ്രാവശ്യം മാറ്റി ചിന്തിച്ചിട്ടുണ്ടായിന്. അങ്ങനെ ഇതാ ഞാൻ മട്ടനെല്ലാം, ഇതിപ്പോൾ 2 കിലോ മട്ടൻ മന്തിൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ റെസിപ്പി പറയുന്നില്ല. കാര്യം നിങ്ങൾ ഇർഫാന ഷംഷീർ ബീഫ് മന്തി റെസിപ്പി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് റെസിപ്പി കിട്ടും. അങ്ങനെ അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു മന്തി മസാല വീട്ടിൽ തന്നെ റെഡിയാക്കുന്നതാണ്. ആ ഒരു വീഡിയോയിൽ, ബീഫ് മന്തി റെസിപ്പി വീഡിയോയിൽ ഈ മന്തി മസാലൻ്റെ റെസിപ്പി കിട്ടും. അതുപോലെ തന്നെ ക്യാപ്സിക്കം, തക്കാളി, ഡ്രൈ ലെമൺ എൻ്റെ കയ്യിൽ 2 എണ്ണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് 2 മന്തിയിലും അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. കാര്യം ഞാനത് വാങ്ങാൻ വിട്ടുപോയതാണ്. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഉണ്ടാവും. പക്ഷേ എന്താ പറയുക, എന്തോ ഞാൻ കുറേ നാളെ ഞാൻ മന്തി ഉണ്ടാക്കാത്തത്, അതുകൊണ്ട് തന്നെ പിന്നെ അത് വാങ്ങാനും വിട്ടുപോയി. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ മട്ടൻ മന്തിയിലേക്കുള്ള ഐറ്റംസ് എല്ലാം ഞാൻ ഇട്ട് കൊടുക്കലാണ്. മട്ടൻ മന്തിയും ബീഫ് മന്തിൻ്റെയും റെസിപ്പി സെയിം ആണ്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മട്ടൻ മന്തി റെസിപ്പി ബീഫ് മന്തി റെസിപ്പി ഇർഫാന ഷംഷീർ എന്ന് ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് നല്ല നല്ല അഭിപ്രായം പറഞ്ഞൊരു നല്ല ജ്യൂസി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മട്ടൻ മന്തിയാണ്. അങ്ങനെ ഇനിയിപ്പം അപ്പുറം ഏച്ചിക്ക് കൊടുക്കാൻ വേണ്ടിക്ക് ഞാൻ ചിക്കൻ മന്തി വേറെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏച്ചി മട്ടനും ബീഫ് അങ്ങനത്തെ ഒന്നും കൂട്ടൂല. അപ്പോൾ ചിക്കൻ അവർ കൂട്ടും. അപ്പോൾ ചിക്കൻ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേറെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതെല്ലാം തലേദിവസം തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്തിട്ടില്ല. മട്ടന് കഴുകി വെച്ച്, ചിക്കന് കഴുകി വെച്ച്, അതുപോലെ തന്നെ വെജീസും കാര്യങ്ങളെല്ലാം ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം തൊലിയാളിന് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്ന കാണിക്കുന്നില്ല, ഞാൻ അവസാനം ചേർത്തിട്ടുണ്ട്. അതിനെ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ, ഫുൾ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം കൂടി മിക്സാക്കി എടുക്കലാണ്. രാവിലെ എണീക്കുക നമ്മളൊരു 4:30 മണിയാകുമ്പം എണീക്കും, പെരുന്നാളെല്ലാം ആകുമ്പോൾ. കാര്യം അങ്ങനെ ആകുമ്പോൾ ഒരു 7 മണി 7 ആകുമ്പോഴേക്ക് ഫുഡ് ഐറ്റംസ് എല്ലാം റെഡിയാവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ടെല്ലാം. നമ്മൾ ഈ ഒരു ഭാഗത്ത് പള്ളിയിൽ പോക്ക് കുറവാണ്, ലേഡീസ് പള്ളിയിൽ പോക്ക് കുറവാണ്, വീട്ടിൽ നിന്ന് തന്നെയാണ് നമസ്കരിക്കൽ. അങ്ങനെ പോകുന്നവരും ഉണ്ട്. നമ്മൾ പണ്ട് മുതലേ പോക്കില്ല. അങ്ങനെ പോലെ നല്ലതാണ്. പിന്നെന്താ, ഇനിയിപ്പോൾ ഇതാ ഞാൻ ഈ ചിക്കൻ മന്തിയിലേക്കുള്ള ഐറ്റംസും കൂടി എല്ലാം റെഡിയാക്കി എടുക്കലാണ്. മന്തി ആകുമ്പം ഭയങ്കര ഈസിയല്ലേ, ബിരിയാണിയോ പോലെ അല്ലല്ലോ. പക്ഷേ നമ്മൾ ഈ പ്രാവശ്യം മന്തി വെച്ചിട്ടില്ലേ, സത്യം പറഞ്ഞാൽ ബിരിയാണി നല്ലോണം മിസ് ചെയ്തിട്ടുണ്ടായിന്. കാര്യം നമ്മൾ കാലങ്ങളായിട്ട് പെരുന്നാളിൽ ബിരിയാണി തന്നെയല്ലേ ഉണ്ടാക്കുക. അപ്പോൾ അതെന്തോ
എന്തോ നമ്മൾ കഴിക്കുന്ന സമയമില്ല ഭയങ്കര സങ്കടമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മന്തി ആക്കണ്ടായിരുന്നു. കാര്യം മൈസക്കും മുഹമ്മദിനും ഭയങ്കര ഇഷ്ടമാണ് മന്തി. അങ്കും മൻഹാക്കും ഇക്കാക്കും ബിരിയാണി തന്നെയാണ് കൂടുതലിഷ്ടം. അങ്ങനെ അപ്പോൾ ഇതാ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ് കുക്കിങ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ആ ഒരു ചിക്കനിലേക്കില്ലേ ഗ്രീൻ ചിക്കനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിൽ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. അങ്ങനെ 2 മന്തിയിലേക്കുള്ള റൈസും ഒരുമിച്ച് തന്നെയാണ് ഞാൻ കുക്കാക്കി എടുക്കുന്നത്. അപ്പം ഭയങ്കര ഈസിയാണ്. നമുക്കൊരാൾ ഹെൽപ്പ് ഇല്ലാണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറെല്ലാം മതിയാവും നമുക്ക് കുക്കിങ്ങിന് വേണ്ടിക്ക്. കുക്കിംഗ് ആസ്വദിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ പുറത്തുനിന്ന് ഫുഡൊന്നും വാങ്ങൽ ഇഷ്ടമല്ല. അത് എന്താ പറയുക പൊതുവേ അങ്ങനെ തന്നെയാണ്. വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ടേസ്റ്റ് എന്തായാലും പുറത്തത്തെ ഫുഡിന് ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അപ്പോൾ ഇതാ എല്ലാം റെഡിയാക്കാൻ വെച്ച് ഞാനിതിൽ ബട്ടർ ഇട്ട് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിന്. അങ്ങനെ ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനിതെല്ലാം അടച്ച് വെച്ചിട്ട് കുളിച്ച് ഫ്രഷ് ആകുമ്പോൾ അപ്പോഴേക്കും ഒക്കെയും മോനെല്ലാം പള്ളിയിൽ പോകുന്ന ടൈം ആവുമേ. അങ്ങനെ രാവിലത്തെ ചായയും കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. രാവിലെ ചായ ബിസ്ക്കറ്റ് അല്ലാന്നുണ്ടെങ്കിൽ പഴമുട്ട അങ്ങനെ എന്തെങ്കിലും കഴിക്കും. ഇനിയിപ്പോൾ ഞാൻ പുഡിംഗ് ആയിട്ട് സ്വീറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് ഇളനീറും മാംഗോവും വെച്ചിട്ടുള്ള ആ ഒരു സംഭവമില്ലേ, എന്താ പറയുക ബാങ്കോ അങ്ങനെ എന്തോ പറയലുണ്ട്. ആ ഒരു സംഭവമാണ്. ഞാൻ ചവ്വരി കുതിർത്ത് വെച്ചിട്ടുണ്ട്, മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇളനീർ എൻ്റെ കയ്യിൽ കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ തലേദിവസം ഞാൻ ഇളനീർ വാങ്ങണമെന്ന് നിൽക്കാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇക്ക വിട്ടുപോയി. അങ്ങനെ രാത്രി നമ്മൾ ഇളനീർ പൾപ്പാണ് വാങ്ങിയിട്ടുണ്ടായിന്. അങ്ങനെ എന്താ പറയുക, ഇനിയിപ്പോൾ ഇതാ ഞാൻ മാംഗോവും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തെടുക്കലാണ്. പിന്നെ ചവ്വരി അവിടെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും പാല്, ഇത്ര ഐറ്റംസാണ് വേണ്ടേ. അപ്പോൾ ഇതാ ആദ്യം മാംഗോ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കണം. കുറച്ച് മിൽക്ക് മെയ്ഡും പാലും ഒഴിച്ചിട്ട് മാംഗോ ജ്യൂസ് റെഡിയാക്കി എടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഇളനീർ ഷേക്കും കൂടി റെഡിയാക്കി എടുക്കണം. കുറച്ച് ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡ് വേണ്ട, കാര്യം ഇളനീർ പൾപ്പിൽ തന്നെ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് നല്ല തിക്കായിട്ടുള്ള ഇളനീർ ഷേക്കും കൂടി റെഡിയാക്കി എടുക്കണം. ഇതെല്ലാം മിക്സ് ആക്കി എടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഞാൻ മാങ്ങയും പാലും ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും വെച്ചിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇളനീർ പൾപ്പും പാലും മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമും വെച്ചിട്ട്, മിൽക്ക് മെയ്ഡ് വേണ്ട, മധുരം വേണ്ടാത്തവർക്ക് മിൽക്ക് മെയ്ഡ് വേണ്ട കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഇളനീർ വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പാലിന് പകരം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇളനീർ ജ്യൂസ് തന്നെ മതിയാവും കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇളനീർ പുഡിങ്ങും കൂടി റെഡിയാക്കി എടുക്കണം, ഒരു ജെല്ലി പരുവത്തിൽ. അതിനിടയിലില്ലേ മന്തിക്കുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രീൻ ചിക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. അത് ഏച്ചിക്ക് വേണ്ടിക്കുള്ളത് ഞാൻ അങ്ങനെ പുതിനെടുക്കലാണ്. ഏച്ചി എന്ന് പറയുമ്പോൾ അധികം ആൾക്കാരും പറയലുണ്ട് ഏച്ചിയല്ല ചേച്ചിയാന്ന്, അങ്ങനെ വിളിച്ച് ശീലമായതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഇതാ മന്തിൻ്റെ ചിക്കനെല്ലാം റെഡിയായി. പിന്നെ മന്തിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാര്യം ഞാൻ ഒരുപാട് മന്തി റെസിപ്പി ചെയ്തിട്ടുണ്ട്. വേണമെന്നുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇർഫാന ഷംഷീർ മന്തി റെസിപ്പി എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പം 2ലേക്കുള്ള റൈസും ഞാൻ ഒരുമിച്ച് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആകുമ്പോൾ ഇതിനിലെ ഇങ്ങനെ ഫുഡ് നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പം, പ്രത്യേകിച്ച് ഇക്ക പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. എൻ്റെ ഫുഡാണ് ഇക്കാക്ക് കൂടുതലിഷ്ടം. അപ്പം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുമ്പം എനിക്കൊരു സന്തോഷമെന്ന്, അതവർ കഴിച്ചിട്ട് ആസ്വദിക്കുമ്പോൾ അൽഹംദുലില്ലാ അവർക്കൊരു സന്തോഷമല്ലേ. അങ്ങനെ പിന്നിലെ ഞാനില്ലേ ഒരു ഭംഗിക്ക് വേണ്ടിക്ക് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, യെല്ലോ ഫുഡ് കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഇല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി പാലിൽ മിക്സ് ആക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു മന്തിൻ്റെ ആ ഒരു കറക്റ്റ് ഒരു ടെക്സ്ചറും കാര്യങ്ങളെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. പിന്നെ എൻ്റെ കയ്യിൽ ഡ്രൈ ലെമൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിതാ ഫ്രഷ് ആയിട്ടുള്ള ലെമൺ കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിനെ. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കുക. 10 20 അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലാകുമ്പോൾ 30. പിന്നെ മട്ടൻ മന്തിക്കുള്ളതും ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മട്ടൻ മന്തിൻ്റെതും അങ്ങനെ തന്നെ ചെയ്തെടുക്കലാണേ. പിന്നെന്താ, ഞാൻ കുറേ നാളായില്ലേ 8 ദിവസങ്ങാനുമായി വീഡിയോ ചെയ്യാത്ത കാര്യത്തിൽ ഓരോരോ ദിവസം ഓരോരോ തിരക്കായിരിക്കുമേ. എനിക്ക് 2-3 ദിവസം ഒന്ന് പുറത്ത് വേണ്ട വന്നിട്ടുണ്ടായിനി, അങ്ങനെ പോയി. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈദായി, ഇതിൻ്റെ തിരക്കായി, പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് സ്കൂളെല്ലാം തുറക്കലായി, പിന്നെ എൻ്റെ ഫാമിലിയിൽ ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ഉണ്ടായിട്ടുണ്ടായിനി, അതിന് പോയി. അപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് വെച്ചതുണ്ടായിട്ടുണ്ടായിന്, പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാലില്ലേ, എനിക്കും നല്ല മിസ്സിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീഡിയോ കറക്റ്റ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചതാണ് കറക്റ്റ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യണമെന്ന്. കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിന്. എൻ്റെ വാട്സപ്പിൽ എത്ര മെസ്സേജാണെന്നറിയോ, എന്താ ഇത് വ്ളോഗ് അപ്ലോഡ് ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ട്. എന്താ പറയുക, ഭയങ്കര സന്തോഷമായിട്ട് തോന്നിയിട്ടുണ്ടായിന്. അങ്ങനെ തന്നെ ഞാൻ ഇതിൻ്റെ തലേന്ന് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിന്. അധികം എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറയും എന്നോട്, നിന്നെക്കൊണ്ടൊക്കെ ഭയങ്കര തലവേദനയെന്ന്. എൻ്റെ ഭാര്യ പറയും, ഇർഫാന ഷംഷീർ ഇടുന്ന പോലത്തെ ചുരിദാർ വേണം, ഇർഫാന ഷംഷീറിൻ്റെ പാത്രങ്ങൾ വേണം, ദുബൈയിൽ നിന്ന് തന്നെ പാത്രങ്ങൾ വേണം എന്നെല്ലാം പറയലുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കുഞ്ഞു കുട്ടികൾക്ക് പോലും നമ്മളെ വീഡിയോസ് ഇഷ്ടമെന്ന് എന്താ പറയുക, ഭയങ്കര സന്തോഷമൊന്നും അങ്ങനെ കേൾക്കുമ്പം. താങ്ക് യു സോ മച്ച്. ഒരുപാട് പേരുണ്ട്, മിസ് ചെയ്യുന്ന ആൾക്കാർ, ഒരു വീഡിയോ പോലും വിടാണ്ട് കാത്തിക്കുന്ന ആൾക്കാർ. അങ്ങനെ പിന്നെ ഞാൻ ബാക്കി പറയാം. പിന്നിലെ എൻ്റെ ഡ്രസ്സ് ഇതാണ്, ഒരു ഐസ് ബ്ലൂ അല്ല, പൗഡർ ബ്ലൂ കളറാണ്. നല്ല ഭംഗിയുള്ള കളറാണ്. ഞാൻ സാധാരണ ബ്ലൂ കളറൊന്നും എടുക്കലില്ല, പക്ഷേ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായി, ഞാനൊരു പിങ്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, ഫേവറേറ്റ് കളർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്താ പറയുക അതിൽ കമൻറ്റ് കണ്ടിട്ടുണ്ടായിനി. ഞാൻ പറഞ്ഞിട്ടില്ലേ ബ്ലൂ കളർ എനിക്ക് ഇഷ്ടം കുറവാണെന്ന്. ഈ കളറെല്ലാം ഇഷ്ടം തന്നെയാണ്. ആ ഒരു നേവി ബ്ലൂ, ആ ഒരു ടൈപ്പ് ഡ്രസ്സ് കളർ എടുക്കൽ കുറവാണ്. എന്നിട്ട് എനിക്ക് കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്, ഇർഫാനക്ക് നല്ലോണം മാച്ച് ചെയ്യുമെന്ന്. അങ്ങനെ ഞാൻ എടുത്തതാണ്. പക്ഷെ മാഷാ അല്ലാ, പിങ്ക് കളറിനെക്കാട്ട് ഭയങ്കര ഭംഗിയുണ്ടായിട്ടുണ്ടായിനെ. നേരിട്ട് കാണാൻ വേണ്ടിക്ക് ഈ വീഡിയോയിൽ എത്രമാത്രം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല. അടിപൊളി കളറും, ഒരു പൗഡർ ബ്ലൂ എന്ന് പറഞ്ഞാൽ അറിയാലോ, നല്ല കളറല്ലേ. അങ്ങനെ മാഷാ അല്ലാ നല്ല രസമുണ്ടായിട്ടുണ്ടായിനെ ഇട്ടിട്ട് കാണാൻ വേണ്ടിക്ക്. ഇതിൻ്റെ സെയിം സൽവാർ, ഞാൻ സൽവാർ മെറ്റീരിയൽ നമ്മൾ ചെയ്യുന്ന തന്നെ സൽവാർ മെറ്റീരിയൽ എടുത്തതാണ്. അതിനകത്ത് 4 കളേഴ്സ് ഉണ്ടായിട്ടുണ്ടായിന്. അതിൽ നിന്ന് 2 കളറ് മൈസാക്കും മൻഹാക്കും എടുത്ത് ഞാനൊരു കളർ എടുത്ത്. അങ്ങനെ നല്ല ഭംഗിയിലെ കാണാൻ വേണ്ടിക്ക്. അവർക്ക് യെല്ലോ കളറാണ് എടുത്തിട്ടുണ്ടായിന്. 2 യെല്ലോ ഷെയ്ഡ്, 2 ജസ്റ്റ് എന്താ പറയുക ചെറിയൊരു വ്യത്യാസമുണ്ട് അവരെ യെല്ലോ ഷെയ്ഡിൽ. എൻ്റേത് ഈ ഒരു ബ്ലൂ കളറ്. അവരത് നല്ല ഭംഗിയായിട്ടുണ്ടായിനെ കാണാൻ വേണ്ടിക്ക്. അങ്ങനെ പിന്നെ നമ്മൾ ഇപ്രാവശ്യം കുപ്പി വളയിലിട്ടിട്ടുണ്ടായിനെ. ഞാൻ അന്നേ വിചാരിക്കുന്നുണ്ട് ഇതുപോലെ കുപ്പി വളയിലിടണമെന്ന്. അങ്ങനെ ഇപ്രാവശ്യം നമ്മൾ 3 ആളും ഒരുപോലെ കുപ്പിവളയും കാര്യങ്ങളും എല്ലാ പ്രാവശ്യവും ഒരുപോലെ തന്നെയാണ്. എന്നാലും ഇപ്രാവശ്യം വളയും കൂടി ഇട്ടിട്ടുണ്ടായിന്. പിന്നെ മുല്ലയെല്ലാം വാങ്ങിയിട്ടുണ്ടായിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെരുന്നാളിന് കുറച്ചുകൂടി അത് എൻ്റെ ഉമ്മ ചെറുതിലേ അങ്ങനെ തന്നെയാണ്. ഉമ്മക്ക് ഭയങ്കര സ്പെഷ്യലാണ് പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ. അടിപൊളിയായിട്ട് നമ്മൾ ഇങ്ങനെ എന്താ പറയുക കുറേ അണിഞ്ഞൊരുങ്ങലുണ്ട്. അല്ലാത്ത സമയമെല്ലാം സിമ്പിളായിട്ടാണ് ഉണ്ടാവൽ. പെരുന്നാളിങ്ങനെ കുറച്ച് എന്താ പറയുക വളയും മുല്ലയും കാര്യങ്ങളെല്ലാം വാങ്ങും. അങ്ങനെ ഒരു പ്രത്യേക സന്തോഷമില്ല, ഒരു പഴയ ഫീല്. നമുക്ക് ചെറുതിൽ കിട്ടുന്ന അതേ ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതിൽ കുപ്പിവള വാങ്ങും, മുല്ല വാങ്ങും. അങ്ങനെ എന്താ പറയുക നല്ല രസമല്ലേ പണ്ടത്തെ പെരുന്നാൾ എന്നെല്ലാം പറയുമ്പം. ആ ഫീല് കിട്ടാൻ വേണ്ടിക്ക് ഞാൻ ഇപ്പോഴും മക്കൾക്കും അങ്ങനെ തന്നെയാണ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ പുഡിങ്ങെന്ന്, ഞാൻ കസ്റ്റേർഡല്ല, ഇളനീർ പുഡിങ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിനെ. എന്നിട്ട് ഇത് കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കാര്യം കുറച്ചുകൂടി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാണുമ്പം. പിന്നെ ഇത് മാംഗോ ഷേക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇളനീർ ഷേക്കും കൂടി ഒഴിച്ച് കൊടുക്കുക. കുറച്ച് തിക്കായിട്ട് വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിക്ക്. പിന്നെ ഇതാ ചവരിയില്ലേ സാഗോ സീഡ്, അത് എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ, ഒരു ചെറിയ പാക്കറ്റേ ഉണ്ടായിട്ടുള്ളൂ. അത് പിന്നെ മധുരത്തിന് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡും. പിന്നെ ഇതാ ലാസ്റ്റ് ഇളനീർ ഷേക്കും കൂടി ഒഴിച്ച് കൊടുക്കുക. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിനെ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഞാൻ ഇതിൻ്റെ ഒരുപാട് ടൈപ്പിൽ റെസിപ്പി ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് കൂടുതൽ ഫേവറേറ്റ് ആയിട്ട് തോന്നിയത്, ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഈ ഒരു ഐറ്റമാണ്. കാര്യം ഇത് കാണുമ്പോൾ തന്നെ കുറച്ച് വലിയ പീസ് പുഡിങ്ങെല്ലാം, ഇളനീർ പുഡിങ്ങെല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് എൻ്റെ ഒരു ഐഡിയയിൽ ചെയ്തതാണ്. ഇളനീർ പുഡിങ് ഇതുപോലെ ഇടാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അടിപൊളിയായിട്ടുണ്ടായിന്. അങ്ങനെ കാണാനും നമുക്ക് ഇപ്പം പാർട്ടിയിലെല്ലാം സെർവ് ചെയ്യാനും അടിപൊളിയായിരിക്കൂലേ. അങ്ങനെ അപ്പം ഇതാ എല്ലാം കൂടി മിക്സാക്കി എടുക്കലാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിന്. നമുക്കിത് ഞാൻ ഇപ്പം ചേച്ചിക്ക് വേണ്ടിക്കും ഉമ്മാക്ക് വേണ്ടിക്കും എല്ലാം ഉണ്ടാക്കിയതാണ്. അധികം എന്നോട് ചോദിക്കലുണ്ട് ഈ പുഡിങ് എല്ലാം എന്താ ചെയ്യാമെന്ന്. ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ട് അങ്ങനെ തീർക്കലാണ്. കാര്യം ഞാൻ ഒരു ദിവസം തന്നെ 3 ടൈപ്പ് 4 ടൈപ്പ് പുഡിങ് എല്ലാം ഉണ്ടാക്കലില്ലേ. അങ്ങനെ അതങ്ങനെ കൊടുക്കലാണ്. പിന്നെന്താ
അപ്പോൾ ഇതാ ഞാനെല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. പിന്നെന്താ, തേങ്ങൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ട്, ഇളനീരിൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ട് പുഡിങ് ഉണ്ടാക്കൂലേ, ജെല്ലി ആക്കൂലേ, അതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ചെയ്തെടുക്കുക. ഡെയിലി ഇപ്പം പൾപ്പായോണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ജെല്ലിയും കൂടി ചെയ്തെടുക്കും, കുറച്ചുകൂടി പെർഫെക്റ്റ് ആവും കാണാൻ വേണ്ടിക്ക്. ഞാൻ ബദാമും കൂടി കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഭയങ്കര സിമ്പിളാണ്, എന്നാലും കഴിക്കാൻ എന്നെങ്കിൽ അടിപൊളിയാണ്. ഞാൻ മാംഗോ പീസസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിനെ, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇനിയിപ്പോൾ ഇതാ, ഇത് മൈസാൻ്റെ സൽവാറാണ്. ഒരു പാകിസ്ഥാനി ടൈപ്പിലുള്ള സൽവാർ മെറ്റീരിയൽ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടായിനി, അത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതാണ്. അങ്ങനെ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. ഇത് ഇപ്പറുള്ളത് മൻഹ. അങ്ങനെ ഇത് എൻ്റെതും 3 സൽവാറും ഒരുപോലെ ഉള്ളതാണ്, കളർ ചേഞ്ചാണ്. അങ്ങനെ എൻ്റേതാണ് കൂടുതൽ നല്ല കളറായിട്ട് എനിക്ക് എല്ലാവരും പറഞ്ഞത് കേട്ടോ. ഇത് നേരിട്ട് കാണാൻ വേണ്ടിക്ക് നല്ല രസമുണ്ടായിട്ടുണ്ടായിനി. അങ്ങനെ ഈ ഫോട്ടോയിൽ അത്ര എന്താ പറയുക ഭംഗിയാണെന്നില്ല. പിന്നെന്താ, എപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നെ ഫോട്ടോയിൽ സത്യം പറഞ്ഞാലില്ലേ, എനിക്ക് ഞാൻ ഫോട്ടോ എടുക്കൽ കുറവാണ്. കാര്യം എനിക്ക് ഫോട്ടോയിൽ എത്രയായാലും എനിക്ക് ഭംഗി കിട്ടലില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫോട്ടോസ് എടുക്കൽ കുറവാണ്. എന്ത് ചെയ്തതിനാലും ഫോട്ടോയിൽ നമുക്ക് നമ്മൾ നേരിട്ട് കാണുന്ന ആ ഒരു ഭംഗി ഫോട്ടോയിൽ കിട്ടൂല. അതെൻ്റെ മക്കൾക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫോട്ടോസ് എടുക്കാൻ ഇഷ്ടം കുറവാണ് നമുക്ക്. അങ്ങനെ പിന്നെന്താ, നമ്മൾ കുറേ സെറ്റിങ്സും കാര്യങ്ങളെല്ലാം മാറ്റി വെക്കും, എന്നാലും ഫോട്ടോയിൽ നേരിട്ട് കാണുന്ന ഒരു ഭംഗി കിട്ടുകയും ചെയ്യില്ല. സത്യം പറഞ്ഞാൽ തന്നെ അധികം ആൾക്കാർക്കും മനസ്സിലാവലില്ല നേരിട്ട് കാണുമ്പം. എന്താ പറയുക, ഞാൻ ഈ ടീം ഇൻ്റർവെല്ലിൻ്റെ ആ ഒരു അവിടെയെല്ലാം പോയവരില്ലേ, വീഡിയോയിൽ കാണുന്ന പോലെയല്ല എന്ന് പറഞ്ഞത്. സത്യം അങ്ങനെയാണ്. ആ വീഡിയോയിൽ മറ്റുള്ള ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണെന്നില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയിൽ അതുപോലെ തന്നെയാണെന്നാണ് പറയല്ലേ. എന്നെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെയല്ല എന്ന് പറയല്. സത്യം എന്നെ നേരിട്ട് കാണുന്ന പോലെയല്ല വീഡിയോയിൽ കാണുമ്പോൾ, കുറേ ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ പിന്നെന്താ, അതുകൊണ്ട് തന്നെ എനിക്ക് ഫോട്ടോ എടുക്കൽ ഇഷ്ടം കുറവാണ്. എൻ്റെ കയ്യിൽ ഫോട്ടോസും കാര്യങ്ങളെല്ലാം കുറവാണ്. പിന്നെന്താ, ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ മന്തിയും കാര്യങ്ങളെല്ലാം സെർവ് ചെയ്യലാണ്. ഇപ്രാവശ്യമില്ലേ സാധാരണ എപ്പോഴും ബിരിയാണിയാണ് ഉണ്ടാക്കൽ. ഇപ്രാവശ്യം മന്തി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഉക്കാക്കും എന്തോ മിസ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം നമ്മൾ കുറേ ആയി ബിരിയാണി തന്നെയല്ലേ പെരുന്നാളിൽ കഴിക്കുന്നത്. ഇപ്രാവശ്യം മൈസിയും മുഹമ്മദും പറഞ്ഞുകൊണ്ടാണ് മന്തി ആക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഞാൻ പിറ്റേ ദിവസം തന്നെ എന്നിട്ട് ബീഫ് എടുത്തിട്ട് ബിരിയാണിയാണ് വെച്ചിട്ടുണ്ടായിന്. പെരുന്നാൾ അതിനെ പിറ്റേന്ന് ആ ഒരു സങ്കടം മാറ്റാൻ വേണ്ടിക്ക്. പ്രത്യേകിച്ച് ഒരു മട്ടൻ ബിരിയാണിയിലാകുമ്പോൾ ഭയങ്കര ടേസ്റ്റി അല്ലേ. പക്ഷെ മന്തി ടേസ്റ്റ് ഉണ്ട്, പക്ഷേ മന്തി ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും, ബിരിയാണി ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും. നമുക്ക് കൂടുതൽ ഇഷ്ടം ബിരിയാണിയാണ്. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ബീഫും കാര്യങ്ങളെല്ലാം ഒക്കെ അങ്ങനെ അന്നേരം തന്നെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കലാന്ന് പാക്ക് ചെയ്തിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ കിടക്കും. പിന്നെ അത് മൊത്തത്തിൽ വെള്ളത്തിലിട്ടിട്ട് ഐസ് ഇട്ടിക്കഴിഞ്ഞാൽ വിഷമല്ലേ. അതുകൊണ്ട് വേഗം തന്നെ പാക്ക് ചെയ്തിട്ട് അങ്ങനെ എടുത്ത് വെക്കലുണ്ട് നമ്മൾ. ഇനിയിപ്പോൾ ഇതാ നമ്മളെല്ലാവരും കൂടിയിട്ട് ഈ ഒരു ഇളനീരിൻ്റെ ഐറ്റം കഴിക്കലാണ്. ഭയങ്കര ബാങ്കോ എന്നാ അങ്ങനെ എന്തോ ആണ് പറയൽ. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ നമ്മളെല്ലാവരും കൂടിയിട്ട് കഴിക്കലാണ്. മാഷാ അല്ലാ അൽഹംദുലില്ലാ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു പെരുന്നാളാണ് ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ടായിന്. എല്ലാ ഐറ്റംസും ഞാൻ വിചാരിച്ചു കുപ്പികളൊന്നും കിട്ടൂലെന്ന്. അങ്ങനെ കുപ്പിവളയും എല്ലാം കിട്ടിയിട്ടുണ്ടായിന്. പിന്നെ രാവിലെ പോയിട്ട് മുല്ലെല്ലാം കൊണ്ട് തന്നിട്ടുണ്ടായിന്. അങ്ങനെ ഞാൻ മുല്ലേൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാന്ന് തോന്നും. അങ്ങനെ പിന്നെന്താ, ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇക്കാൻ്റെ വീട്ടിൽ പോവും. എല്ലാ ഫാമിലീസിലും ഇങ്ങനെ കയറി ഇറങ്ങും. അതൊന്നും ഞാൻ വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടില്ല. കാര്യം ഞാൻ എപ്പോഴും ഷൂട്ട് ചെയ്യലില്ല. പ്രൈവസി തന്നെയാണ്. ഇക്കാൻ്റെ ഉപ്പാൻ്റെ വീട്ടിൽ പോവും. അങ്ങനെ ഓരോരോ സ്ഥലത്ത് അങ്ങനെ ഫാമിലിയിലെല്ലാം അങ്ങനെ കയറി ഇറങ്ങും. പിന്നെന്താ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെല്ലാവരും പോലാണ്. എല്ലായിടത്തും അങ്ങനെ കയറി ഇറങ്ങും. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, അടുത്തത് ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. നമ്മൾ മൻഹാൻ്റെ ബർത്ത്ഡേ, എൻ്റെ ബർത്ത്ഡേ ഉണ്ട്, പിന്നെ മൈസാൻ്റെ ബർത്ത്ഡേ എല്ലാം ആവാനായി. അതുപോലെ തന്നെ പിന്നെ സ്കൂളെല്ലാം തുറന്ന വിശേഷങ്ങളും കാര്യങ്ങളും, പിന്നെ പഴയ പോലത്തെ വീഡിയോസും കാര്യങ്ങളും എല്ലാം ആയിട്ട് വരാം കേട്ടോ. പിന്നെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. ഒരുപാട് പുതിയ കാര്യങ്ങൾ നമ്മളെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അതെല്ലാം നല്ല നല്ല വിശേഷങ്ങളായിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
എന്താ പറയുക നിങ്ങളെ ഫാമിലീസിനും ഫ്രണ്ട്സിനെല്ലാം വീഡിയോ ഷെയർ ആക്കുക. അപ്പോൾ എന്താ കമൻറ്റ് ചെയ്യാൻ മറക്കലെന്നെല്ലാം പറയലുണ്ട്. ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ആയിട്ട് ഇടാം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും ബൈ.